ഇന്ന് മതവിശ്വാസങ്ങളെ മുൻനിർത്തി നടത്തുന്ന ഏത് കൂട്ടായ്മയെയും തീവ്രവാദമെന്നും വർഗീയതയെന്നും വിളിക്കാൻ മടി കാണിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അന്ന് ഷഹീൻ ബാഗിൽ കണ്ടത് ഒരുപക്ഷെ വർഗീയ സമരം എന്ന് വിശേഷിപ്പിക്കാൻ മടിക്കില്ല. പക്ഷേ അന്നത്തെ ആ സമരം എന്തായിരുന്നു? ഷഹീൻ ബാഗിൽ 100 ദിവസത്തിലധികം മുസ്ലിം വനിതകൾ നടത്തിയ ഐതിഹാസിക പോരാട്ടത്തിന്റെ അർത്ഥം എന്തായിരുന്നു? അതിനൊരർത്ഥമേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾ ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്നു എന്ന ഒരർത്ഥം. അന്നവർ കയ്യിലേന്തിയിരുന്നത് ഏതെങ്കിലും മതത്തിന്റെ പതാകയായിരുന്നില്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പതാകയായിരുന്നില്ല, ഇന്ത്യയുടെ ദേശീയ പതാകയായിരുന്നു. അന്നവർ അവിടെ പ്രദർശിപ്പിച്ചിരുന്ന ചിത്രങ്ങൾ മത നേതാവിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സംഘടനാ നേതാവിന്റെയോ അല്ല, മഹാത്മാഗാന്ധിയുടേതായിരുന്നു. നമ്മുടെ നാട്ടിൽ വിശ്വാസവും ജനാധിപത്യവും തമ്മിൽ ഒരു തരത്തിലുള്ള കോൺട്രഡിക്ഷൻ ഇല്ല. അവിടെ ഷഹീൻ ബാഗിൽ ഒത്തുചേർന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതവിശ്വാസം, അവർക്ക് അവിടെ നിസ്കരിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ അവരവിടെ ഒരുക്കുന്നുണ്ട്. ഇതര മതവിശ്വാസികൾക്ക് അവരുടെ പൂജ ചെയ്യാനും അവരുടെ ആരാധനാക്രമങ്ങൾ പാലിക്കാനുമുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം അവർ ദേശീയ പതാക പിടിക്കുന്നുണ്ട്. അവിടെ ദേശാഭിമാനവും മതവിശ്വാസവും തമ്മിൽ ഒരു വിധത്തിലുള്ള വൈരുദ്ധ്യവുമില്ല. ഉണ്ടെന്ന് വരുത്തി തീർത്ത് അതിനെ ഒരു പ്രത്യേക മതവിഭാഗത്തെ ഒരു ഭീകരമായ ഒരു ചാപ്പകുത്തി മാറ്റാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇവിടെ BJP നേതാക്കൾ നടത്തിയത് എന്ന് ഓർക്കുക.